കഥ ഏട്ടത്തിയമ്മ. രചന സിനാന ദിയ. അവതരണം സിദ്ദിഖ് ഓമശ്ശേരി. എനിക്ക് ചേച്ചിയെപ്പോലെ ഒരു പെണ്ണിനെ മതി ഭാര്യയായിട്ട്. ചേച്ചിയെപ്പോലെ വലിയ കണ്ണുകളും നീണ്ട മുടിയും മൂക്കും. പിന്നെ നീ എന്നെ പറഞ്ഞങ്ങ് സുഖിപ്പിക്കാതെ ആരും. സത്യം ചേച്ചി, ഞാൻ പറയുന്നത് കാര്യമായിട്ടാണ്. അരുൺ, ഒരു കല്യാണം കഴിക്കൂ. അപ്പോൾ ഈ തോന്നലൊക്കെ മാറും. അച്ഛനും ഏട്ടനും എത്രയായി പറയുന്നു. അതാ പറയുന്നത് ചേച്ചിയെ പോലെയുള്ള ഒരു പെണ്ണിനെ വേണമെന്നും. അങ്ങനെയുള്ള പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കൂ, അല്ലെങ്കിൽ എനിക്ക് കല്യാണം വേണ്ട. അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? എല്ലാവരും എന്നെപ്പോലെ? ഉണ്ടാവും ചേച്ചി. ഒന്ന് കണ്ടുപിടിക്കൂ, അതുവരെയും ഞാൻ കാത്തിരിക്കാം. അതും പറഞ്ഞവന് ബൈക്കുമെടുത്ത് പുറത്തേക്ക് പോയി. അരുണിന് 10 വയസ്സുള്ളപ്പോൾ വന്നതാണ് അവൻ്റെ ഏട്ടൻ്റെ ഭാര്യയായി ഈ വീട്ടിലേക്ക്. അന്നൊക്കെ വല്ലാത്ത അകൽച്ചയായിരുന്നു അവരിൽ നിന്നും ഉണ്ടായിരുന്നത്. കാര്യം എന്താണെന്ന് ഏട്ടനോട് ചോദിച്ചപ്പോഴാണ് അറിയുന്നത്. അമ്മ മരിക്കുമ്പോൾ അവന് 4 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അനുപമേ, ഞങ്ങൾക്ക് നേരത്തിന് വല്ലതും വച്ചുണ്ടാക്കി തരുമെന്ന് കരുതിയാണ് എല്ലാവരും നിർബന്ധം പിടിച്ചപ്പോൾ അച്ഛന് വേറൊരു കല്യാണത്തിന് മുതിർന്നത്. ഒരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണ് മതിയെന്ന് അച്ഛനെ നിർബന്ധം പിടിച്ചിരുന്നു. അധികമൊന്നും തിരഞ്ഞു നടക്കേണ്ടി വന്നില്ല. അകന്ന ബന്ധത്തിൽ നിന്ന് തന്നെ ഒരാളെ അമ്മായിമാർ കണ്ടെത്തി. അങ്ങനെയാണ് അച്ഛന് വീണ്ടും കല്യാണം കഴിച്ചത്. ഞങ്ങളവരെ ചെറിയമ്മ എന്നാണ് വിളിച്ചിരുന്നത്. തുടക്കത്തിൽ ഞങ്ങളോട് നല്ല രീതിയിൽ പെരുമാറിയെങ്കിലും പോകെ പോകെ മോശമായി പെരുമാറാൻ തുടങ്ങി. എന്തിനും ഏതിനും കുറ്റം കണ്ടെത്താൻ തുടങ്ങി അവർ. സമാധാനം നശിച്ച അച്ഛൻ മദ്യപാനിയായി മാറി. എന്നും വീട്ടിൽ വഴക്ക് പതിവായിരുന്നു. അമ്മയാകേണ്ടവൾ സൗഭാഗ്യങ്ങൾ കണ്ടപ്പോൾ അതെല്ലാം മറന്നു. അവർക്ക് വേണ്ടത് അച്ഛൻ്റെ പണം മാത്രമായിരുന്നു. അച്ഛൻ ജോലിക്കും ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ചെറിയമ്മ അരുണിനെ ഒരുപാട് ഉപദ്രവിച്ചു. ഭക്ഷണം കൊടുക്കാതെ പട്ടിണി കിട്ടു. എല്ലാം പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോഴേക്കും അവർക്ക് വേണ്ടിയിരുന്നതെല്ലാം എടുത്ത് ആരുടെയോ കൂടെ ഇറങ്ങിപ്പോയിരുന്നു. അല്ലെങ്കിലും ചില പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ. സുഖ സൗകര്യങ്ങൾ കൂടുമ്പോൾ കൂടെയുള്ളത് മറന്നു കളയും. മറ്റുള്ളവരുടെ വേദന അവർക്ക് അറിയേണ്ടതില്ല. അപ്പോഴേക്കും ആ കുഞ്ഞു മനസ്സിൽ അവരോടുള്ള പേടിയും ദേഷ്യവും വെറുപ്പും കൂടി വല്ലാത്തൊരവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. പിന്നീട് കൗൺസിലിങ്ങിലൂടെയാണ് വീണ്ടും ഞങ്ങൾക്ക് അവനെ തിരിച്ചു കിട്ടിയത്. ഇപ്പോഴും ഏതൊരു പെണ്ണിലും അവൻ ചെറിയമ്മയുടെ ആ സ്വഭാവം കാണുന്നു. അതാണ് നിന്നോട് മടുക്കാത്തത്. പതിയെ ചിലപ്പോൾ മാറ്റം കാണും. ഇനി മാറിയില്ലെങ്കിൽ അനു, നീ വേണം അവനെ മാറ്റിയെടുക്കാൻ. ഏട്ടൻ പറഞ്ഞത് എന്നും ഓർമ്മയിലുണ്ട്. എല്ലാം കേട്ടപ്പോൾ അവനോടുള്ള വാത്സല്യം കൂടിയതേയുള്ളൂ. ഈ പ്രായത്തിൽ എനിക്കുമുണ്ടല്ലോ ഒരനിയത്തി. അമ്മയില്ലാത്ത അരുണിന് അവളായിരുന്നു അമ്മ. എല്ലാം ചെയ്തു കൊടുത്തു. പക്ഷേ അവനിൽ നിന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നാളുകൾക്ക് ശേഷമാണ് അവൻ അവളെ തിരിച്ചറിഞ്ഞതും അംഗീകരിച്ചതും സ്നേഹിച്ചതും. അനിയനില്ലാത്ത അവൾക്ക് അവൻ സ്വന്തം അനിയൻ തന്നെയായിരുന്നു. അന്നു മുതൽ അവനെല്ലാം ചേച്ചിയായിരുന്നു. എന്നിരുന്നാലും ബാല്യത്തിലെ ആ അനുഭവങ്ങൾ പിന്നെയും അവനെ ഇടയ്ക്കൊക്കെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഏട്ടത്തിയമ്മയുടെ ആവശ്യങ്ങൾക്കെല്ലാം അരുണാണ് കൂടെ പോയിരുന്നത്. അത് ബൈക്കിലായാലും കാറിലായാലും 2 പേർക്കും കുഴപ്പങ്ങളൊന്നും തോന്നിയിരുന്നില്ല. പക്ഷേ അവരുടെ ഇടപെടലുകൾ അയൽക്കാരിലും ബന്ധുക്കളിലും നീരസമുണ്ടാക്കിയിരുന്നു. അല്ലെങ്കിലും സ്വന്തം കാര്യം മറന്നു മറ്റുള്ളവരുടെ കാര്യങ്ങളിലാണല്ലോ ചില ആളുകൾക്ക് കൂടുതൽ ശ്രദ്ധ. ആരൊക്കെ മോശമായി ചിന്തിച്ചാലും അച്ഛനും ഏട്ടനും മോശമായി ഒന്നും തോന്നിയിരുന്നില്ല.
അത് ഏറ്റവും വലിയ ഭാഗ്യം. മോളെ, നീ എന്താ ആലോചിക്കുന്നത്? ഞാൻ പറഞ്ഞ കാര്യം അരുണിനോട് പറഞ്ഞോ? കുറേ സമയമായല്ലോ ഈ ഇരിപ്പ്. അരുൺ എന്തിയേ? ഒന്നുമില്ല അച്ഛ, ഞാൻ വെറുതെ പഴയ കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു. അരുണിനോട് ഞാൻ സംസാരിച്ചു. അവന് ആർക്കെങ്കിലും അടുപ്പമുണ്ടോ എന്നാൽ അത് നോക്കാമായിരുന്നു. അങ്ങനെ ഒന്നും ഇല്ല അച്ഛ. അവൻ പറയുന്നത് എന്നെപ്പോലെയുള്ള ഒരു പെണ്ണിന് മതിയെന്നാണ്. ബാല്യത്തിലെ ആ അനുഭവം അവൻ ഇപ്പോഴും വേട്ടയാടുന്നു. ഭാര്യയായി വരുന്ന പെൺകുട്ടി എങ്ങനെ ആവുമെന്ന ചിന്തയാണ്. നിന്നെപ്പോലെയുള്ള ഒരു പെൺകുട്ടിയാണ് ഞാനും അവന് വേണ്ടി ആഗ്രഹിക്കുന്നത്. നീയും ചെറിയമ്മ പോലെ ആയിരുന്നേൽ എന്താകുമായിരുന്നു? അവരുടെ അമ്മയെ ദൈവം കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞങ്ങൾ എന്ത് സന്തോഷത്തിലായിരുന്നു. നിന്റെ ഏട്ടന്, എൻ്റെ മൂത്തമോൻ ഉണ്ടായി കുറേ കഴിഞ്ഞിട്ടാണ് അരുണുണ്ടായത്. അതിൽ പിന്നെ ഞങ്ങളുടെ സന്തോഷം ഇരട്ടിയായി. ആര് കണ്ടാലും അസൂയയോടെ നോക്കുമായിരുന്നു. പക്ഷേ അതിന് ആയുസ് കുറവായിരുന്നു. വിധി അങ്ങനെയാണല്ലോ. അതോടെ ജീവിതമാകെ മാറി മറിഞ്ഞു. അച്ഛൻ്റെ കണ്ണുകൾ നിറയുന്നതും തൊണ്ടകിടറുന്നതും അവളെ സങ്കടപ്പെടുത്തി. ഇതൊക്കെ എത്രയോ തവണ അച്ഛനും ഏട്ടനും എന്നോട് പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞതെല്ലാം മറക്കാം. നമുക്കിനി അരുണിന് വേണ്ടി നല്ലൊരു കുട്ടിയെ കണ്ടുപിടിക്കണം. അതിന് അച്ഛൻ എന്നെ സഹായിക്കണം. അവൻ പറയുന്നത് രൂപത്തിലും ഭാവത്തിലും സ്വഭാവത്തിലും എന്നെപ്പോലൊരു കുട്ടിയെ വേണമെന്നാണ്. അങ്ങനൊരു കുട്ടിയെ എവിടുന്ന് കിട്ടും അച്ഛാ നമുക്ക്? അവനെക്കുറിച്ച് എല്ലാം അറിയുന്നൊരു പെൺകുട്ടി വേണം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ. അങ്ങനെ ഒരാൾക്ക് അവനെ മനസ്സിലാക്കാൻ പറ്റൂ. അവൻ്റെ കൂടെ നമ്മളെയും ചേർത്ത് പിടിക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടി. അച്ഛന് ഒന്ന് അന്വേഷിക്കൂട്ടോ. കൂട്ടുകാരുടെ ആരുടെയെങ്കിലും മക്കളുണ്ടോ അച്ഛൻ്റെ പരിചയത്തിൽ? അവന് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. പഠിപ്പിച്ചു നല്ലൊരു ജോലിയൊക്കെ നേടിയില്ലേ? എൻ്റെ സ്നേഹത്തിനെ കുറ്റം പറയുന്ന നാട്ടുകാരെയും ബന്ധുക്കളെയും വായും മൂടിക്കെട്ടാനാവില്ലല്ലോ. അത് ഞാൻ കാര്യമാക്കുന്നില്ല. പക്ഷേ വന്നു കയറുന്ന പെൺകുട്ടി എത്രത്തോളം അതിനെ ഉൾക്കൊള്ളണമെന്നില്ല. അതേ മോളെ, അതൊന്നും കാര്യമാക്കേണ്ട. എനിക്ക് നീയും എൻ്റെ മകൾ തന്നെയാണ്, മരുമകളല്ല. എല്ലാം മനസ്സിലാക്കി നീ എല്ലാവരെയും ചേർത്ത് നിർത്തിയില്ലായിരുന്നെങ്കിൽ എൻ്റെ മോൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭ്രാന്താശുപത്രിയിൽ ഉണ്ടാകുമായിരുന്നു. അവന് ഞങ്ങൾക്ക് എന്നത്തേക്കുമായി നഷ്ടമായെന്ന്. അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ അച്ഛ. ചെറുപ്പത്തിലെ അച്ഛനെ നഷ്ടമായ എനിക്ക് മനസ്സിലാവും നഷ്ടപ്പെടലിൻ്റെ വേദന. ഞങ്ങളത് നന്നായി അനുഭവിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞാൽ മോള് സമ്മതിക്കുമോ? എന്തായാലും അച്ഛൻ പറയൂ, കേൾക്കട്ടെ. അരുണിന് മോളെപ്പോലൊരു കുട്ടിയെ വേണമെന്നല്ലേ പറയുന്നത്? സ്വഭാവത്തിലും രൂപത്തിലും. എന്നാൽ മോളുടെ അനിയത്തിക്കുട്ടി ആയാലോ? കണ്ടാലും മോളുടെ നല്ല ചായ ഉണ്ട്. രണ്ടു പേർക്കും പരസ്പരം അറിയുകയും ചെയ്യും. മോൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും അതിട്ടോ. ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു എന്നേ ഉള്ളൂ. മോള് അമ്മയോടൊന്ന് സംസാരിക്കാമോ? പിന്നെ അവളോട് സംസാരിക്കൂ. അവളുടെ ഇഷ്ടവും അറിയണമല്ലോ. അനുപമ അങ്ങനെ ഒരു ആവശ്യം പ്രതീക്ഷിച്ചിരുന്നില്ല. അരുണിനേക്കാൾ 3 വയസ്സ് ഇളയതാണ് തൻ്റെ അനിയത്തിക്കുട്ടി ആരതി. എന്താ മോളെ മിണ്ടാത്തത്? ഒന്നില്ല അച്ഛ, ഞാൻ അമ്മയോടും ആരതിയോടും സംസാരിക്കട്ടെ. അവരുടെ ഇഷ്ടം കൂടി അറിയണമല്ലോ. അറിയട്ടെ, എന്നിട്ട് അച്ഛനോട് പറയാം. പിന്നീട് അമ്മ വിളിച്ചപ്പോൾ അവൾ ഈ കാര്യം പറഞ്ഞു. അമ്മക്ക് സമ്മതമാണ് മോളെ. അച്ഛനില്ലാത്ത നിങ്ങൾ 2 പേരും ഒരേ വീട്ടിൽ താമസിക്കുന്നത് വലിയൊരു ഭാഗ്യമാണ്. പക്ഷേ അവളുടെ സമ്മതം ചോദിച്ചു നോക്കിയിട്ട് മതി.
മോള് തന്നെ അവളോട് സംസാരിക്കൂ, അതാണ് നല്ലത്. ശരിയമ്മ, ഞാൻ ചോദിച്ചു നോക്കാം. എന്തായാലും ഇവിടെ എല്ലാവർക്കും സമ്മതമാണ്. നിങ്ങൾ രണ്ടുപേരും ഒരേ വീട്ടിലാവുമ്പോൾ എനിക്കും സമാധാനം ഉണ്ടാവും. ശരിയമ്മേ, ഞാൻ അവളെ വിളിച്ചു നോക്കട്ടെ. അനുപമ അനിയത്തിയോട് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു. മൊബൈലെടുത്ത് നമ്പർ ഡയൽ ചെയ്തു. 2 റിങ്ങിന് ശേഷം അവൾ ഫോണെടുത്തു. ഹലോ, എന്താ ചേച്ചി? ഞാൻ ക്ലാസ് കഴിഞ്ഞ് ബസ് കാത്തു നിൽക്കുകയാണ്, വീട്ടിൽ പോവാനേ. വെറുതെ വിളിച്ചതല്ലേ, എല്ലാവരും എന്തിയേ? ഒന്നുമില്ലടാ, ഞാൻ വെറുതെ വിളിച്ചതാ. ഏട്ടൻ വന്നിട്ടില്ല. ജോലി കഴിഞ്ഞ് അരുൺ പുറത്തേക്ക് പോയി. കുട്ടികളും അച്ഛനും ഇവിടെ ഉണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? മുഖവരയുടെ ആവശ്യം എന്തിനാ ചേച്ചി, പറയൂ. അരുണിൻ്റെ ഭാര്യയായി ഈ വീട്ടിൽ വരാൻ നിനക്ക് എതിർപ്പുണ്ടോ? ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. വീട്ടിലെത്തി ആലോചിച്ചിട്ട് തീരുമാനം പറഞ്ഞാൽ മതി. ചേച്ചി, അത് പിന്നെ ഞാൻ... മോളെ, നിനക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല എന്നറിയാം. അമ്മയുമായി സംസാരിച്ചിട്ട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അവൻ്റെ കാര്യങ്ങളൊക്കെ നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. നിൻ്റെ ജീവിതമാണ്, നീയാണ് തീരുമാനമെടുക്കേണ്ടത്. അവനറിയില്ല. അച്ഛൻ ഇങ്ങനെ ഒരാഗ്രഹം പറഞ്ഞു, ഞാൻ നിന്നോട് ചോദിച്ചു എന്ന് മാത്രം. എന്നാൽ ശരി കേട്ടോ, ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറയൂ. ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ അവൾ അമ്മയോട് കാര്യം പറഞ്ഞു. എനിക്ക് സമ്മതമാണ് മോളെ. അവൻ നല്ല പയ്യനാണ്, നല്ലൊരു ജോലിയുമുണ്ട്. നിന്റെ തീരുമാനമാണ് എല്ലാവർക്കും അറിയേണ്ടത്. എനിക്ക് സമ്മതമാണ്, പക്ഷേ ഞാൻ അമ്മയെ തനിച്ചാക്കിയിട്ട് എങ്ങോട്ടും പോവില്ല. ഒന്നെങ്കിൽ അമ്മയുടെ കൂടെ ഇവിടെ, അല്ലെങ്കിൽ ചേച്ചിയോട് ഇവിടെ നിൽക്കാൻ പറയണം. ചേച്ചിയും അനിയത്തിയും ഒരു വീട്ടിലായാൽ എപ്പോഴെങ്കിലും പരസ്പരം വേദന ഉണ്ടാക്കുന്ന സംഭവങ്ങൾ നടക്കും. എന്തെങ്കിലും വിള്ളലുണ്ടായാലോ? അതുകൊണ്ട് 2 വീടുകളിലായി നിൽക്കുന്നതാണ് ബന്ധത്തിൻ്റെ കെട്ടുറപ്പിന് നല്ലത്. അകന്നു നിന്നാൽ സ്നേഹത്തിന് ആഴം കൂടുകയുള്ളൂ. ആ ബന്ധം എന്നും സുന്ദരമായി തന്നെ നിലനിൽക്കും. ഇങ്ങനെയെങ്കിൽ എനിക്ക് സമ്മതമാണ്. അമ്മ എന്തു പറയുന്നു? ഞാൻ അവരോട് സംസാരിക്കാം. എന്തായാലും എൻ്റെ മോൾക്ക് നല്ലതേ വരൂ. ഒരു പാവം കുട്ടിയെ അവന്. അവർ അപ്പം തന്നെ മകളെ വിളിച്ച് കാര്യം പറഞ്ഞു. വൈകിട്ട് എല്ലാവരും ഒരുമിച്ചിരിക്കുന്നതിനിടയിൽ അമ്മ പറഞ്ഞ കാര്യം സൂചിപ്പിച്ചു. ഇനി തീരുമാനം എടുക്കേണ്ടത് അരുണാണ്. അച്ഛനും മോളും കൂടി ഇതൊക്കെ എപ്പോൾ തീരുമാനിച്ചു? ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. അത് പിന്നെ ഏട്ടാ, അച്ഛൻ എന്നോട് ഒരാഗ്രഹം പറഞ്ഞു. ഞാനത് അമ്മയുമായി സംസാരിച്ചു. പിന്നെ ഇവൻ എന്നെപ്പോലത്തെ ഒരു പെണ്ണിന് മാത്രം മതിയെന്ന് നിർബന്ധമായിരുന്നു. അച്ഛൻ പറഞ്ഞപ്പോൾ ഞാനും ആലോചിച്ചു. അരുണ് യോജിച്ചത് അവൾ തന്നെയെന്ന്. അത്രയേ ഉള്ളൂ. അല്ല, നീ എന്ത് തീരുമാനിച്ചു അരുൺ? നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ എനിക്കും സമ്മതമാണ് ഏട്ടാ. ചേച്ചിക്ക് എന്നോട് ഇത്രയും സ്നേഹമുണ്ടായിരുന്നോ? സ്വന്തം കൂടപ്പിറപ്പിനെ തന്നെ എനിക്ക് വേണ്ടി ആലോചിക്കാൻ. അതിന് നിനക്കെന്താ കുറവായിരുന്നു? എല്ലാം നിന്റെ തോന്നൽ മാത്രമാണ്. അസുഖമെല്ലാം കണ്ടാൽ നമ്മൾ ഡോക്ടറെ കാണില്ലേ? അത്രയേ ഉള്ളൂ. അങ്ങനെ കണ്ടാൽ മതി. കഴിഞ്ഞു പോയതൊന്നും ഇനി ഓർക്കണ്ട. പിന്നെ നീ തന്നെയല്ലേ പറഞ്ഞത് എന്നെപ്പോലൊരു കുട്ടിയെ തന്നെ കല്യാണം കഴിക്കും എന്ന്? അതും രൂപത്തിലും ഭാവത്തിലും സ്വഭാവത്തിലും. അങ്ങനെ നോക്കിയാൽ എൻ്റെ ആരതി തന്നെയാണ് നിനക്ക് ചേർന്നത്. പിന്നെ അവളുടെ ഡിമാൻഡ് നമ്മൾ അംഗീകരിക്കണം. ഒന്നാമത് കല്യാണം കഴിഞ്ഞാൽ അമ്മ അവിടെ തനിച്ചാവില്ലേ? പിന്നെ ഞങ്ങൾ ഒരു വീട്ടിലായാൽ ചെറുതായിട്ട് അടി കൂടാനും സാധ്യതയുണ്ട്. അവളൊരു കള്ളച്ചിരിയോടെയാണത് പറഞ്ഞത്. മോളെ, അവൾ പറഞ്ഞതാണ് ശരി. ആരെങ്കിലും ഒരു കൂട്ടർ അവിടെ താമസിച്ചാൽ അമ്മ തനിച്ചാവില്ലല്ലോ.
എല്ലാവർക്കും സമ്മതമാണെങ്കിൽ നമുക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാവർക്കും പൂർണ്ണ സമ്മതമായിരുന്നു. ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം, എല്ലാവരും ഇരിക്കൂ. അവൾ അടുക്കളയിലേക്ക് പോയി. ചേച്ചി, ഒന്നവിടെ നിന്ന്. ഇങ്ങനൊരു തീരുമാനം നിങ്ങളെടുക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്കവളെ പണ്ട് മുതലേ ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്കതിനുള്ള യോഗ്യത ഉണ്ടോ എന്നറിയില്ല. പിന്നെ എൻ്റെ ഉള്ളിലുള്ള ഒരു തോന്നൽ, ഭയം എല്ലാം എന്നെ പിറകോട്ട് വലിച്ചു. ചേച്ചി എനിക്ക് ഈശ്വരന് തുല്യമാണ്. എല്ലാ സ്ത്രീകളും ഒരുപോലെ അല്ലാന്ന് ചേച്ചിയിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത്, തിരിച്ചറിഞ്ഞത്. ചെറുപ്പത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ അമ്മയുടെ വാത്സല്യവും മുഴുവനും ചേച്ചിയിലൂടെ എനിക്ക് കിട്ടി. എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ നൽകിയിരുന്നത് പോലെ സ്നേഹവും പരിഗണനയും തന്നു ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ എൻ്റെ കടമ മാത്രമേ ചെയ്തുള്ളൂ. അരുൺ, നീ എൻ്റെ കൂടെ പിറന്നില്ല എങ്കിലും ഞാൻ നിന്നെ കൂടെ പിറപ്പായിട്ട് കണ്ടിട്ടുള്ളൂ. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഒരു അനിയനും ഏട്ടനും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആശിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ സ്ത്രീകളും ഒരേപോലെ അല്ല എന്ന ചിന്ത ആദ്യം മാറ്റണം. പലരും വ്യത്യസ്തമാണ്. അവരിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമേ അവരുടെ മനം അറിയാൻ കഴിയൂ. അവരെ അറിയാൻ ശ്രമിച്ചില്ല എങ്കിലും ഒരിക്കലും നിന്നിക്കരുത്. അതൊക്കെ പോട്ടെ, ഇനി സന്തോഷമായിരിക്കും. എന്നാലും എന്നെപ്പോലെ ഒരു പെണ്ണിനെ തന്നെ ഞാൻ നിനക്ക് കണ്ടുപിടിച്ചു തന്നില്ലേ, എനിക്ക് കമ്മീഷൻ വേണം കേട്ടോ. അവളൊരു പുഞ്ചിരിയാലെ പറഞ്ഞു. ചേച്ചി ചോദിച്ചോളൂ, ഞാൻ എന്തും തരും. എന്ത് തന്നാലും ചേച്ചിയോടുള്ള കടപ്പാട് തിരികെ. ഞാൻ വെറുതെ പറഞ്ഞതാ ചക്ക, എനിക്കൊന്നും വേണ്ട. ഈ സ്നേഹബന്ധം എന്നും നിലനിന്നാൽ മതി. ഭക്ഷണം എടുത്തു വെക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ചർച്ചയിലാണോ? ഞാൻ അടുത്ത മാസങ്ങളിൽ വരുന്ന നല്ല ഡേറ്റുകൾ നോക്കാൻ പറഞ്ഞു കണിയരോട്. എത്രയും പെട്ടെന്ന് നമുക്കിത് നടത്തണം. ഇനി വെച്ച് താമസിക്കണ്ട. അതെ, അതാ നല്ലതച്ച. പിന്നീട് അങ്ങോട്ട് രണ്ട് വീട്ടുകാരും കല്യാണത്തിൻ്റെ തിരക്കിലായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും ഇഷ്ടത്തോടെ അടുത്ത മുഹൂർത്തത്തിൽ തന്നെ അരുൺ ആരതിയുടെ കഴുത്തിൽ താലി ചാർത്തി പുതിയൊരു ജീവിതത്തേക്കുള്ള പ്രതീക്ഷയോടെ.